കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷൻ ചേറ്റൂർ ശങ്കരൻ നായർക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന വിവാദം കത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം പ്രമേയമാക്കിയ നാടകം വീണ്ടും ചർച്ചയാകുന്നു. KPCC കലാസാംസ്കാരിക വിഭാഗമായ സാംസ്കാരിക സാഹിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് ചേറ്റൂരിന്റെ ജീവിതകഥ പ്രമേയമാക്കിയ നാടകം അവതരിപ്പിച്ചത്. ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നിന്റെ നാവ് പൊങ്ങരുത്. 2 വർഷം മുൻപാണ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ ഏക മലയാളി സർ ചേറ്റൂർ ശങ്കരൻ നായരുടെ ജീവിതം നാടകമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. KPCC കലാസാംസ്കാരിക വിഭാഗം സംസ്കാര സാഹിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് നാടകം അവതരിപ്പിച്ചത്. 1000-ലധികം മനുഷ്യരാണ് ജാലിയൻവാലാബാഗിൽ പിടഞ്ഞു വീണത്. സമാധാനപരമായി പ്രതിഷേധിച്ചവർക്കു നേരെ മുന്നറിയിപ്പ് പോലുമില്ലാതെയാണ് വെടിയുതിർത്തത്. 1897 ചേറ്റൂർ ദേശീയ അധ്യക്ഷനായത്. ഈ കാലം മുതൽ 1930 വരെയുള്ള കാലഘട്ടത്തിൽ ചേറ്റൂർ നടത്തിയ ഇടപെടലുകളാണ് നാടകത്തിലെ പ്രമേയം. സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ ബോബൻ മാട്ടുമന്തയാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. കോൺഗ്രസിലെ വിശാലമായ ജനാധിപത്യത്തിന്റെ ഇടം ഉപയോഗപ്പെടുത്തിയാണ് ഗാന്ധിയൻ സമരമാർഗങ്ങളോടുള്ള ചേറ്റൂരിന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. ആശയപരമായ ആ വിയോജിപ്പുകൾ പിൽക്കാലത്ത് ഗാന്ധി ചേറ്റൂർ അഭിപ്രായ ഭിന്നതയായി വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. ആ ഒരു തെറ്റിദ്ധാരണ പൊതുസമൂഹത്തിൽ നിന്നും നീക്കിയെടുക്കുക എന്നൊരു ഉത്തരവാദിത്തമായിരുന്നു ആ നാടകത്തിലൂടെ ലക്ഷ്യമിട്ടത്. ഗാന്ധി ചേറ്റൂർ ആശയ ഭിന്നത, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല, സർസ്ഥാനം ത്യജിക്കൽ, ബ്രിട്ടനിലെ കോടതി വ്യവഹാരം, മലബാറിലെ ആദ്യ തൊഴിലാളി സമരം തുടങ്ങിയ ചരിത്ര മുഹൂർത്തങ്ങളെല്ലാം നാടകത്തിലുണ്ട്. അതെ സർ, ചേറ്റൂരിനെ കയറൂരി വിട്ടാൽ അത് അപകടമാണ് സർ. അയാൾ നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങളെ സൂക്ഷ്മതയോടെ വിലയിരുത്തണം. ബ്രിട്ടന്റെ നാശത്തിലേക്കുള്ള വിത്തുൽപാദനമാണ് നായരുടെ ലക്ഷ്യം സർ. കോൺഗ്രസ് ചേറ്റൂരിനെ അവഗണിച്ചുവെന്ന് BJP പറയുമ്പോഴാണ് ചേറ്റൂരിനെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തിയ നാടകം വീണ്ടും ചർച്ചയാകുന്നത്. ഈ കൊടും ക്രൂരതയ്ക്ക് മാപ്പ് സാക്ഷിയായി എന്റെ സ്വന്തം നാട്ടുകാരുടെ ജീവരക്തം പുരണ്ട കസേരയിലിരിക്കാൻ എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. ഞാൻ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെക്കുകയാണ്. ന്യൂസ് മലയാളം, പാലക്കാട്.